വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഭ ഇന്ന് കാര്യവിചാരക ഞായർ സ്റ്റുവേർഷിപ്പ് സൺഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. കാര്യവിചാരകൻ എന്നതിന് മേൽനോട്ടം വഹിക്കുന്നയാൾ, നോക്കി നടത്തുന്നയാൾ, കലവറക്കാരൻ, പ്രതിപുരുഷൻ തുടങ്ങിയ അർത്ഥമുണ്ട്. കാര്യസ്ഥൻ ഉടമസ്ഥനല്ല, തൊഴിലാളിയാണ്. യജമാനന് പകരം നിന്ന് യജമാനൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുക എന്നത് കാര്യവിചാരകൻ്റെ ഉത്തരവാദിത്തം. നാം ജീവിക്കുന്ന ലോകം വിഭവസമൃദ്ധമാണ്. എന്നാൽ വിഭവ സമ്പന്നതയേക്കാൾ വിഭവങ്ങളുടെ ശരിയായ വിനിയോഗമാണ് പ്രാധാന്യം അറിയിക്കുന്നത്. വിഭവങ്ങളുടെ ശരിയായ വിനിയോഗത്തിലൂടെ എല്ലാവർക്കും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത് ഒരു കാര്യവിചാരകൻ എന്ന നിലയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 8-ാം അധ്യായം 1 മുതൽ 15 വാക്യങ്ങളിൽ യെരുശലേമിലെ സഭ സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചപ്പോൾ കഷ്ടത എന്ന കഠിനമായ ശോധനയിൽ കൂടി കടന്നുപോയിട്ടും മക്കെദോന്യ സഭ നൽകിയ കരുതലിനെ പൗലോസ് ഓർക്കുകയാണ്. കഷ്ടതകളുടെ മധ്യത്തിൽ മക്കെദോന്യ സഭ മഹാദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും അവരിലുണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ടിരുന്നില്ല. കഷ്ടതയിലും അവർ സന്തോഷ സമർത്ഥരായിരുന്നു. അതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലും മക്കെദോന്യ സഭ ഔദാര്യമായി ദാനം ചെയ്തു. ഈ വിധത്തിൽ അവർ പ്രവർത്തിപ്പാനുള്ള കാരണം സ്വന്തം ജീവനെ ദാനമായി നൽകിയ കർത്താവിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു എന്നതാണ്. ക്രിസ്തീയ ആത്മീയത നൽകലിൻ്റെ ആത്മീയതയാണ്. യഥാർത്ഥ സ്നേഹം അളക്കുന്നത് വാങ്ങലിൽ അല്ല, കൊടുക്കുന്നതിൽ ആണ്. ശുശ്രൂഷ ചെയ്യിക്കുന്നതിനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനും വന്ന കർത്താവാണ് നമുക്ക് മാതൃക. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന കർത്താവ് പഠിപ്പിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 20:35. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാനായി നൽകരുത് എന്നും കർത്താവ് പഠിപ്പിച്ചു. മത്തായി 6:1 മുതൽ 4 വരെ. നാം ദാനം ചെയ്യുമ്പോൾ അത് രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്നത്. പരസ്പര കരുതൽ നൽകാതെയുള്ള ജീവിതം ക്രിസ്തീയമല്ല. കരുതൽ സഹോദര്യത്തിൻ്റെ ഐക്യതയാണ് പ്രകടമാക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവമാണ് തുറന്ന മനസ്സോടെ നൽകുക എന്നത്. 2 കൊരിന്ത്യർ 8:7 ക്രിസ്തീയ ജീവിതത്തിൻ്റെ സത്തയായ വിശ്വാസം, വചനം, പരിജ്ഞാനം, ജാഗ്രത, സ്നേഹം എന്നിവയ്ക്ക് തുല്യമായ സ്ഥാനമാണ് ദാനധർമ്മത്തിനും നൽകിയിരിക്കുന്നത്. പരസ്പരം കരുതൽ നൽകാതെയുള്ള ജീവിതം ക്രിസ്തീയമല്ല. ക്രിസ്തീയ കരുതലും ദാനവും സമൃദ്ധിയിൽ നിന്നുള്ള അനുകമ്പയല്ല, മറിച്ച് 2 കാശിട്ട വിധവയെ പോലെ സമ്പൂർണമായ സമർപ്പണം ആണ്. വിശ്വാസ സമൂഹത്തോട് പൗലോസ് പറയുന്നത് അന്യോന്യ ഭാരങ്ങളെ ചുമക്കുക, അതായത് കരുതൽ ഉള്ളവരായിരിക്കുക എന്നാണ്. 8:12 വായിക്കുന്നത്, ഒരുത്തനും മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ ദൈവപ്രസാദം ലഭിക്കും എന്നാണ്. നമ്മുടെ മനസ്സൊരുക്കം മറ്റുള്ളവരോടുള്ള കരുതലാണ്. അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. അതോടൊപ്പം വരും തലമുറയോടുള്ള കരുതലിൻ്റെ പ്രവൃത്തി കൂടിയാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിപ്പാൻ നമുക്കറിയാം. അധികമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബാങ്കിൽ സൂക്ഷിച്ച് ഡിപ്പോസിറ്റ് വർദ്ധിപ്പിക്കാനും അറിയാം. എന്നാൽ കാര്യവിചാരകത്വം നമ്മെ ഓർപ്പിക്കുന്നത് നമുക്ക് ലഭ്യമായവ നമുക്കും
മറ്റുള്ളവരുടെ പ്രയോജനത്തിനും പ്രകൃതിക്ക് ദോഷം വരാതെയും വിനിയോഗിക്കണം എന്നാണ്. അതാണ് ഉത്തരവാദിത്വപൂർണമായ വിഭവ വിനിയോഗം. നമ്മുടെ സമൃദ്ധിയിൽ നിന്നുള്ള അനുകമ്പയല്ല ദാനം. ഇപ്പോൾ നമുക്കുള്ള സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകുമ്പോൾ ഒരുപക്ഷേ നമുക്കുണ്ടാകാവുന്ന ദുർഭിക്ഷത്തിൽ മറ്റുള്ളവരുടെ സുഭിക്ഷം നമുക്ക് സഹായമായി തീരും. 2 കൊരിന്ത്യർ 8:14 എൻ്റെ കഴിവുകൊണ്ട് ഉത്സാഹം കൊണ്ടുമാണ് ഞാൻ ഇതെല്ലാം നേടിയത്, അത് മറ്റുള്ളവർക്ക് നൽകി ചെലവിടാനുള്ളതല്ല എന്നൊരു പക്ഷേ നാം ചിന്തിച്ചേക്കാം. 2 കൊരിന്ത്യർ 8:15 ഇസ്രായേൽ ജനതയുടെ മരുഭൂയാത്രയുമായി ബന്ധപ്പെടുത്തി നമ്മെ ഓർപ്പിക്കുന്നൊരു സംഭവമുണ്ട്. ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. പുറപ്പാട് 16 ഈ സംഭവം വിവരിക്കുന്നത്. മരുഭൂയാത്രയിൽ ഭക്ഷണമില്ലാതെ നിലവിളിച്ച ജനത്തിന് ആഹാരമായി മന്ന നൽകി. അവരെ ഓർപ്പിച്ചൊരു സംഗതി, അവനവന് ആവശ്യമുള്ളത് മാത്രമേ ശേഖരിക്കാവൂ എന്നായിരുന്നു. ചിലർ ഈ കൽപ്പന ലംഘിച്ചു. അവർ കൂടുതൽ പെറുക്കിയത് നാളത്തേക്ക് ഉപയോഗിക്കാം, നാളെ ഇത് കിട്ടിയില്ലെങ്കിലോ എന്നാണ് അവർ ചിന്തിച്ചത്. തങ്ങൾ അധികം പെറുക്കിയത് സഹോദരൻ അവകാശപ്പെട്ട മന്നയാണ് എന്നവർ ചിന്തിച്ചില്ല. അവർ കൂടുതൽ പെറുക്കി സൂക്ഷിച്ചതെല്ലാം ക്രമിച്ച് നാറിപ്പോയി. പുറപ്പാട് 16:20. നമുക്ക് അർഹമല്ലാത്തത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കൂട്ടിവെച്ചാൽ അത് ശാശ്വതമാകില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളും സാധ്യതകളും ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്ത് പരസ്പരം കരുതുന്നതാണ് യഥാർത്ഥ കാര്യവിചാരകത്വം. കർത്താവേ, ഒരു നല്ല കാര്യവിചാരകനാകുവാനുള്ള പ്രാപ്തി എനിക്കും തരണമേ. ആമേൻ.